നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി. തെന്നിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ പ്രിയാമണിക്ക് ആരാധകരുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട്. മലയാളവുമായി അടുത്ത ബന്ധമുള്ള പ്രിയ തെലുങ്ക് ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നതാണ് പ്രിയാമണിയെ വ്യത്യസ്തയാക്കുന്നത്. മലയാളത്തിൽ തിരക്കഥ എന്ന സിനിമയിൽ നടി അവസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു. തമിഴിൽ പരുത്തിവീരൻ, കന്നഡയിൽ ചാരുലത, ഹിന്ദിയിൽ ഫാമിലി മാൻ തുടങ്ങി പ്രിയാമണിക്ക് കരിയറിൽ എടുത്തു പറയാനുള്ള സിനിമകളും സീരീസുകളുമുണ്ട്. പൊതുവെ വിവാഹശേഷം നടിമാർക്ക് അവസരം കുറയാറോ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറോ ആണ് പതിവെങ്കിൽ പ്രിയാമണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. വിവാഹശേഷമാണ് നടിക്ക് തിരക്ക് കൂടിയത്. ജവാൻ, വിരാടപർവം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ റോളാണ് പ്രിയാമണി ചെയ്തത്. അടുത്ത കാലത്ത് പ്രിയാമണിയുടെ ലുക്കിലും വലിയ മേക്ക് ഓവർ സംഭവിച്ചു. വണ്ണം കുറച്ച നടി ഫിറ്റ്നസിന് ശ്രദ്ധ നൽകുന്നുണ്ട്. പുതിയ സിനിമ ഭമകൽപ്പം 2-ന്റെ പ്രമോഷനെത്തിയ പ്രിയാമണി ആരാധക പ്രശംസ നേടുകയാണ്. നടി പതിവിലധികം സുന്ദരിയായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. വണ്ണം കുറച്ചതിന് പിന്നിൽ നടി നേരിട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാണ്. ഇതേക്കുറിച്ച് പ്രിയാമണി മാസങ്ങൾക്ക് മുൻപേ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ വല്ലാതെ വണ്ണം വെച്ചതായി എനിക്ക് തോന്നി. അമിതമായി ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരുന്നില്ല. ഇതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത്. ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു. യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു അത്. 6 സെന്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണം. 6 സെന്റിമീറ്റർ വളരെ വലുതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു കീ ഹോൾ സർജറി ചെയ്യണം. സർജറിക്കായി എനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു. വണ്ണം കുറച്ചാലേ ഓപ്പറേഷൻ സാധിക്കൂ എന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലറ്റ് തന്നു. അത് ശരീരഭാരം വല്ലാതെ കുറച്ചു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. മുഴയുടെ 95% നീക്കി. ബാക്കിയുള്ള 5% അപകടകരമല്ല. ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം എന്നും ഡോക്ടർ പറഞ്ഞു. യോഗയിലൂടെയും മറ്റുമാണ് താൻ ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്നും വണ്ണം കുറയ്ക്കാൻ ലിപ്പോസക്ഷൻ പോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രിയാമണി വ്യക്തമാക്കി. 39-കാരിയായ പ്രിയാമണിക്ക് ഇന്ന് ഹിന്ദി സിനിമാ രംഗത്തും അവസരങ്ങൾ ഏറെയാണ്. ജവാനിൽ നായികാ വേഷമല്ലെങ്കിലും മികച്ച കഥാപാത്രമാണ് പ്രിയാമണിക്ക് ലഭിച്ചത്. ഫാമിലി മാൻ എന്ന സീരീസാണ് പ്രിയാമണിക്ക് ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത്. കരിയറിൽ തുടരുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇന്റിമേറ്റ് രംഗങ്ങളോ ഗ്ലാമറസ് വേഷങ്ങളോ ചെയ്യില്ലെന്ന് പ്രിയാമണി വ്യക്തമാക്കിയിട്ടുണ്ട്. താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. മലയാളത്തിൽ നേരെന്ന ചിത്രമാണ് പ്രിയാമണിയുടേതായി പുറത്തിറങ്ങിയത്. മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് ആയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം പ്രിയാമണി ചെയ്യുന്ന മലയാള സിനിമയായിരുന്നു നേര്. ഇതിനു പുറമെ ബോളിവുഡിൽ നിന്നും നടിക്ക് തുടരെ അവസരങ്ങൾ വരുന്നുണ്ട്. പ്രിയാമണിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. 2004-ൽ പുറത്തിറങ്ങിയ സത്യം എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി മലയാളത്തിലെത്തുന്നത്. പിന്നീട് ഒറ്റനാണയം എന്ന ചിത്രം ചെയ്തെങ്കിലും നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് 2008-ൽ പുറത്തിറങ്ങിയ തിരക്കഥ എന്ന ചിത്രത്തിലൂടെയാണ്. പ്രിയാമണിയുടെ എക്കാലത്തെയും ഹിറ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് തിരക്കഥയിലെ മാളവിക എന്ന കഥാപാത്രം. ഇന്നും സിനിമാ കോളങ്ങളിൽ തിരക്കഥയും മാളവിക എന്ന കഥാപാത്രവും ചർച്ചയാവുന്നുണ്ട്. 2003 മുതൽ പ്രിയ സിനിമയിൽ സജീവമാണെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ചിത്രങ്ങളും ബോളിവുഡ് വെബ് സീരീസുകളിലും നടി സജീവമാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.